12 മുതലുള്ള വാക്യങ്ങളിൽ ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന ആ അഭിഷേകത്തിൻ്റെ സംഭവമാണ്, ആ ശുശ്രൂഷയാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയെന്ന് നമുക്ക് പറയുവാൻ കഴിയും. പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം, ഈ 2 ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 1 ശമൂവേൽ 16-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി, എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയുമായിരുന്നു. ദാവീദിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പവിഴ നിറമുള്ളവൻ, റെഡി എന്ന വാക്ക് കാണുവാൻ കഴിയുന്നു, അല്ലെങ്കിൽ റെഡിഷ്, നല്ല ചുവന്ന നിറം മുഖത്ത്. പവിഴ നിറം എന്ന് പറയുമ്പോൾ അത് ചുവപ്പിനെയാണ് കാണിക്കുന്നത്. പവിഴ നിറമുള്ളവനും ബ്രൈറ്റ് ഐസ്, സുനേത്രനും കോമള രൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ഇതിന് നടുവിൽ ഈ പകൽ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരു സ്പർശനം കൂടെ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. ചിലരെ കർത്താവ് കണ്ടുവച്ചിരിക്കുകയാണ്. ചില പവിഴ നിറമുള്ള ചിലതിനെ ഇതിൻ്റെ നടുവിൽ കർത്താവ് കണ്ടുവച്ചിരിക്കുകയാണ്. അവരുടെ മേൽ അഭിഷേക തൈലം ഒഴുകുവാൻ പോകുന്നു. പ്രതികരിക്കുവാൻ കഴിയുന്നവർ പ്രതികരിക്കുക, കരങ്ങൾ അടിച്ച് പ്രതികരിക്കുക. ഇതൊരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാണ്, പ്രസംഗ ശുശ്രൂഷയല്ല. അതിനാൽ വചനം നിങ്ങൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ആത്മാവിൽ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് ബോധ്യം ലഭിക്കുകയാണെങ്കിൽ പ്രതികരിക്കണം. അപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുന്നുമുണ്ട്. പവിഴ നിറമുള്ള ചിലതിനെ കർത്താവ് ഈ പകൽ അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നമേ ഇവിടെ ഈ അഭിഷേക ശുശ്രൂഷ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തൈലക്കൊമ്പെടുത്ത്, തൈലക്കൊമ്പിലുള്ളത് അഭിഷേക തൈലമാണ്. അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന എണ്ണയാണ് ആ അഭിഷേക തൈലം. ആ തൈലക്കൊമ്പിൽ അതാണ്, ആ തൈലമാണ് ദാവീദിൻ്റെ തലയുടെ മുകളിൽ ഒഴിച്ചത്. എണ്ണ ഇവിടെ ഒഴുകുവാൻ പോകുന്നു. ചിലരനുഭവിക്കും നിങ്ങളുടെ തലയിലൂടെ എണ്ണ ഒഴുകുന്നത്, അഭിഷേക തൈലം ഒഴുകുന്നത് അക്ഷരികമായിട്ട് ചിലർ അനുഭവിക്കാൻ പോകുകയാണ്. യെസ്, പ്രതികരിക്കുക. നിന്റെ തലയിലൂടെ എണ്ണ ഒഴുകുന്നത് നീ അനുഭവിക്കുവാൻ പോകുന്നു. നിന്റെ തലയിലൂടെ എണ്ണ ഒഴുകുമ്പോൾ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ അഭിഷേകത്തിൻ്റെ എണ്ണ സ്പർശിക്കുവാൻ പോകുകയാണ്. നിന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ പോലും മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്ന 2 വെളിപ്പെടലുകൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഒന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലൊരു വലിയ മുഴക്കമുണ്ടായി. ഇവിടെ എണ്ണ തലയിൽ ഒഴിച്ചു. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അതിന് തുല്യമാകുന്ന ഒരു ഇളക്കം സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ അഭിഷക്തൻ പറഞ്ഞതുപോലെ ഒരു ഷെയ്ക്കിങ് നടക്കുവാൻ പോകുകയാണ്, ഒരു കുലുക്കം നടക്കുവാൻ പോകുകയാണ്. നീ സ്വയം കുലുക്കേണ്ട കാര്യമില്ല, നിന്റെ മേൽ കുലുക്കുന്ന ഒരു കാറ്റടിക്കുവാൻ പോകുന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കം. സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ സ്വീകരിക്കുക. പ്രാപിക്ക. അതേപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കൊടിയ കാറ്റും അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, അഗ്നിയും അവിടെ വെളിപ്പെടുകയാണ്. അവിടെ നടക്കുന്ന മാനിഫെസ്റ്റേഷൻസിൽ അഗ്നിയുടെ പ്രകടനവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ഇപ്പോൾ തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതത്തിലെ 1-ാം സെഷൻ മുതൽ തന്നെ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രം കത്തിയിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തീയില്ലാതെ പോകുന്ന നിലവാരത്തിലാകരുത്. ഇവിടെ നിന്റെ മേൽ കത്തിയാൽ നിന്റെ ജീവിതാന്ത്യം വരെ തീ നിന്റെ മേൽ കത്തുന്ന നിലവാരത്തിലേക്ക്
പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. കത്തട്ടെ, 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 കത്തട്ടെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഓ മടങ്ങി 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എണ്ണ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. വിശേഷിച്ചും ഈ ഭാഗത്ത് അഭിഷേക തൈലം അഭിഷേകം ചെയ്യുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുമ്പോൾ, അഭിഷേകം ചെയ്യുവാൻ വേണ്ടി മനുഷ്യരുടെ മേൽ മാത്രമല്ല അവർ അഭിഷേക തൈലം ഉപയോഗിക്കുന്നത്. ഈ തൈലം ആടുകളുടെ മേലും പുരട്ടാറുണ്ട്. അത് മറ്റൊരാവശ്യത്തിന് വേണ്ടിയാണ്. ഈ ആടുകളുടെ മേൽ ഇത് പുരട്ടുന്നത് ഈ ആടുകളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉപദ്രവിക്കുന്ന ചെറിയ ചെറിയ ഈച്ചകളും ക്ഷുദ്രജീവികളുമുണ്ട്. അത് അടുത്തു വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇടയന്മാർ തൈലം ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകമാകുന്ന അഭിഷേക തൈലം അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഈ ആടുകളുടെ മുകളിൽ ഇതിനെ പുരട്ടിയിട്ട് നല്ലതുപോലെ റബ്ബി ഉരസും. ആ റബ്ബിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷുദ്രജീവിയും അടുത്തു വരത്തില്ല. നിന്റെ ജീവിതം മാറാൻ പോകുക. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ അഭിഷേകം ഒരു ഉരസലാണ്. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അഭിഷേകം ഒരു ഉരസലാണ്, ഒരു റബ്ബിങ് നടക്കുവാൻ പോകുകയാണ്. നിന്നെ കൂടെ കൂടെ ഉപദ്രവിക്കുന്ന ദേശശക്തികളുണ്ടെങ്കിൽ, നിന്നെ കൂടെ കൂടെ ഞെരുക്കുന്ന രോഗശക്തികളുണ്ടെങ്കിൽ, നിന്നെ കൂടെ കൂടെ ഞെരുക്കുന്ന പാപശക്തികളുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു ഈ സിനഡിൽ വെച്ച് നിനക്കൊരു പുതിയ റബ്ബിങ് ലഭിക്കുവാൻ പോകുകയാണ്. ഒരു ഉരസൽ നടക്കുവാൻ പോകുകയാണ്. ഒരു കൂട്ടിമുട്ടൽ നടക്കുവാൻ പോകുകയാണ്. നിന്നെ തിരുമാൻ പോകുകയാണ്. എണ്ണ കൊണ്ട് കർത്താവ് തിരുമാൻ പോകുകയാണ്. അഭിഷേക തൈലം കൊണ്ട് നിന്നെ തിരുമുവാൻ പോകുകയാണ്. നിന്നെ റബ്ബ് ചെയ്യുവാൻ പോകുകയാണ്. അവക്കിനി അടുത്തു വരുവാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്റെ മേൽ അഭിഷേക തൈലം പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച് അഭിഷേക തൈലം കൊണ്ടുള്ള ഒരു ഉരസൽ നടക്കുമ്പോൾ നീ കടന്നു പോകുന്ന ഇടത്ത് ഇന്നലകളിൽ നിന്നെ ഉപദ്രവിച്ച ശക്തികൾ പിടഞ്ഞു വീഴുന്നത് നീ കാണുവാൻ പോകുകയാണ്. വാ, പ്രാപിക്ക്, 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 പ്രാപിക്ക്. ഇപ്പോൾ തന്നെ ആ ഉരസൽ നടക്കട്ടെ. നിന്നെ ഞെരുക്കിയതിനെ വീഴ്ത്തുവാൻ പ്രാപ്തിയുള്ള ഒരഭിഷേകത്തിന്റെ ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടാൻ പോകുകയാണ്. അസാധാരണമാകുന്നൊരു ദൈവശക്തി ഇവിടെയുണ്ട്. നിങ്ങൾ പ്രതികരിക്കുവാൻ തയ്യാറുള്ളവർ, ആമേൻ, സഹകരിക്കുവാൻ തയ്യാറുള്ളവർ, യോജിച്ച് നിൽക്കുകയാണ് എങ്കിൽ കർത്താവ് അന്തരീക്ഷത്തിൻ്റെ മേൽ അസാധാരണമാകുന്ന അളവിലുള്ള ഒരു ദൈവശക്തിയുടെ പകർച്ച അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചില ഉരസലുകൾ നടക്കുവാൻ പോകുന്നു. അഭിഷേകത്തിൽ ചലിക്കുന്നവൻ ഉരസട്ടെ. പരിശുദ്ധാത്മാവുമായി കയറി ഉരസട്ടെ. പരിശുദ്ധാത്മാവുമായി കയറി ഉരസട്ടെ. ഇവിടെ വെച്ച് മാത്രമല്ല, നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നീ ആയിരിക്കുന്ന ഭവനത്തിന്റെ ഉള്ളിൽ കൂടെ കൂടെ പരിശുദ്ധാത്മാവുമായിട്ട് നീ ഉരസട്ടെ. ആമേൻ. നിന്റെ ശുശ്രൂഷയുടെ മധ്യേ നീ പരിശുദ്ധാത്മാവുമായിട്ട് ഉരസട്ടെ. നിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ജഡീകതയുടെ മണം അപ്രത്യക്ഷമാകുവാൻ പോകുകയാണ്. നിന്നെ പരിശുദ്ധാത്മാവിനെ മണക്കുന്നവനെന്ന് നിന്നെ അറിയത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ഉരസൽ സംഭവിക്കട്ടെ. Praise you Jesus, hallelujah. ആമേൻ. ആ ഉരസൽ നിന്നിൽ നടക്കുമ്പോൾ, ആമേൻ, നിനക്ക് അത്തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, നിന്നിൽ നിന്ന് വ്യത്യസ്തമാകുന്നൊരു സുഗന്ധം പുറപ്പെടാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനെ മണക്കാൻ പോകുകയാണ്. നീ ചെന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർ പറയും, നിന്നെ പരിശുദ്ധാത്മാവിനെ മണക്കുന്നു, അഭിഷേകം മണക്കുന്നു, അഭിഷേകം മണക്കുന്നു, കൃപാവരം മണക്കുന്നു, വചനം നിന്നിൽ നിന്ന് മണക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണമായിട്ട് നിന്നെ അതിൻ്റെ അകത്താക്കാൻ പോകുകയാണ്. ആമേൻ. അഭിഷേക തൈലത്തിൻ്റെ ഉള്ളിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദാവീദിനെ കുറിച്ച് ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പവിഴ നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ പറയത്തക്കവണ്ണം എന്തെങ്കിലും ഗുണമേന്മ ഉള്ളവനാണോ ഇവൻ? അല്ല. ഇവന്റെ അപ്പൻ ഇവനെ പ്രസന്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇവനെ പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ മടി കാണിച്ചിരുന്നു. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്?
വീട്ടിലായിരുന്നപ്പോൾ അപ്പൻ ഇവനെ നോക്കുമ്പോൾ കാണാൻ കൊള്ളാവുന്നവനാണോ? ഒരു ഗുണവുമില്ല. അവനെ നോക്കുന്നുണ്ടെ പവിഴ നിറമുണ്ട്, ഒരു പവിഴ നിറവുമില്ല. അവനെ നോക്കുമ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഐസാണോ, സുനേത്രനാണോ? അല്ല. അതുകൊണ്ടാണ് അപ്പൻ ഇവനെ ലോകരീതിയിലുള്ള പഠനങ്ങൾക്ക് വിടാതെ കാട്ടിൽ ആടിനെ മേയ്ക്കുവാൻ വിട്ടത്. കാണാൻ കൊള്ളാത്തവൻ, കോങ്കൺ, മേ ബി എന്തെങ്കിലും കണ്ണിന് കുഴപ്പം കാണുമായിരിക്കും, അല്ലെങ്കിൽ നിറത്തിന് കുഴപ്പമുണ്ടായിരിക്കാം. ഒന്നിനും കൊള്ളാത്തവനെ ഒറ്റയ്ക്ക് കാട്ടിൽ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. നിങ്ങൾ യഹൂദന്മാരുടെ പാരമ്പര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. അവരുടെ വീട്ടില് മൂത്ത കുട്ടികളെയാണ് ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി അയക്കുന്നത്. ഇളയവർ വീട്ടിലിരിക്കുകയുള്ളൂ. ഇളയവർ വീട്ടിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബിന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ മൂത്തവരല്ലേ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി പോയത്. ഇളയവരാകുന്ന യോസഫും ബെഞ്ചമിനും വീട്ടിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ അടുക്കള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് വീട്ടിൽ കളിച്ച് അപ്പനും അമ്മയുമായിട്ടുള്ള അടുപ്പത്തിലാണ് അവരായിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവനെ, ഈ ഇളയവനെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി അയച്ചത്? അപ്പോൾ ഈ പറഞ്ഞ ഗുണമേന്മകൾ ഒന്നുമില്ലാത്തവനായിരുന്നു ഇവൻ. എന്നാൽ ഇവന് കിട്ടിയ പരിശീലനം കാട്ടിനകത്താണ്. ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ അവന് പരിശീലനം കിട്ടിയപ്പോൾ അവൻ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ പരിണത ഫലമാണ് പൊതുസ്ഥലത്ത് നിന്നെ 10 പേരുടെ മുൻപിൽ നിർത്തുവാൻ നിന്റെ അപ്പൻ തയ്യാറാകാതിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്, നിന്നെ ഈ പറഞ്ഞിരിക്കുന്ന വിശേഷതകളൊന്നും, നിന്നിൽ ഈ പറഞ്ഞിരിക്കുന്ന വിശേഷതകളൊന്നും അപ്പൻ കാണുന്നില്ല. എന്നാൽ നിന്റെ അവസ്ഥ മാറാൻ പോകുകയാണ്. നിന്റെ അവസ്ഥ മാറാൻ പോകുകയാണ്. കാട്ടിൽ നീ അഭിഷേകവുമായിട്ടുള്ള കൂട്ടിമുട്ടലിൽ തുടരുകയാണെങ്കിൽ നിന്റെ നിറം മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ, മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെ നിറം മാറാൻ പോകുകയാണ്. നിന്റെ കണ്ണിൻ്റെ ശോഭ മാറാൻ പോകുകയാണ്. നിന്റെ രൂപം മാറുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാട്ടിൽ ഇവനായിരുന്നപ്പോൾ ഇവന്റെ അരികിൽ പറഞ്ഞു കൊടുക്കുവാൻ അധ്യാപകരില്ല. ഇവന് പരിശീലനം കൊടുക്കുവാൻ വേണ്ടി ഏതെങ്കിലും മേധാവികൾ, ഏതെങ്കിലും പടയാളികളുടെ മേധാവിയോ അവൻ്റെ അരികിലില്ല. എന്നാൽ അവന് ഇവിടെ ശമൂവേൽ ഇവൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കുന്നതിന് മുന്നമേ തന്നെ കാട്ടിൽ ഇവൻ്റെ മേൽ ചില ദിവ്യമാകുന്ന പ്രവർത്തികൾ നടന്നിരുന്നു. ഇവിടെ ഈ പരിശുദ്ധാത്മ സിനഡിൽ നിന്റെ മേൽ അഭിഷേക തൈലം വീഴുന്നതിന് മുന്നമേ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ചിലത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേലാണ് ഇന്ന് പരസ്യമായിട്ട് ചിലത് സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ ഒറ്റപ്പെടലുകളിൽ, നിന്റെ തിരസ്കരണങ്ങളുടെ നടുവിൽ, നിന്നെ മറ്റുള്ളവർ അംഗീകരിക്കാതിരുന്നതിന്റെ നടുവിൽ, അതിൻ്റെ നടുവിൽ നീ ദൈവത്തോടുള്ള നിന്റെ ഉപാസനയും ദൈവത്തോടുള്ള നിന്റെ സ്നേഹവും ദൈവത്തോടുള്ള നിന്റെ ആരാധനയും രഹസ്യമായി വെളിപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ പരസ്യമായി നിന്റെ മേലൊരു അഭിഷേക തൈലത്തിൻ്റെ ഒഴുക്ക് സംഭവിക്കുവാൻ പോകുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവൻ്റെ ഈ പ്രായത്തിൽ ഇവന് ഒറ്റപ്പെട്ട് കാട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവനൊരു മദ്യപാനിയായി തീരുവാൻ കഴിയുമായിരുന്നു. അപ്പനും അമ്മയ്ക്കും വേണ്ടാത്ത എനിക്കിനിയും ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, അവന് വേണമെങ്കിൽ ഒരു മദ്യപാനിയാകാമായിരുന്നു. അല്ലെങ്കിൽ അവനൊരു വ്യഭിചാരിയായി തീരുവാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ അവൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രതികാര ചിന്തയുള്ളവനായിട്ട് ഇനി തരം കിട്ടുമ്പോൾ അപ്പന് ഞാൻ 2 കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു കത്തി ഉണ്ടാക്കാമായിരുന്നു. ഇതിനൊന്നും ഈ ചെറുപ്പക്കാരൻ തയ്യാറായില്ല, ഈ ബാലകൻ തയ്യാറായില്ല. അവനൊരു ആരാധകനായി മാറി. നിന്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ നീ ഒരാരാധകനായി മാറുകയാണ് എങ്കിൽ മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരുടെ മേലാണ് ഈ തലമുറയിൽ അഭിഷേക തൈലം വീഴുവാൻ പോകുന്നത്. അഭിഷേക തൈലം അവരുടെ മേലാണ് വീഴുവാൻ പോകുന്നത്. അവരുടെ മേലാണ് അഭിഷേക തൈലം വീഴുവാൻ പോകുന്നത്. നീ ഒരു ആരാധകനായി തീരുകയാണ് എങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ അപ്പൻ നോക്കിയപ്പോൾ കറുത്തവൻ, കാണാൻ കൊള്ളാത്തവൻ, ഗുണമില്ലാത്തവൻ എന്ന് പറഞ്ഞ് അപ്പൻ നിന്നെ ആടിനെ മേയ്ക്കുവാൻ വേണ്ടി വിട്ടുവെങ്കിൽ നീ ഒരു ആരാധകനായി തീരുകയാണെങ്കിൽ പരിശുദ്ധാത്മാവും നീന്തമുള്ള കൂട്ടിമുട്ടലിൽ നിന്റെ മുഖത്തിന്റെ നിറം മാറാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പവിഴ നിറമുള്ളവനായി മാറത്തക്കവണ്ണം നിന്റെ മേലൊരു കൃപ, ഗ്രേസ് മൂടുവാൻ പോകുകയാണ്. എത്ര പേർക്കൊരു
മാറ്റം ആഗ്രഹമുള്ളവരുണ്ട്. നിന്നെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ പറയണം, ഇവന്റെ മേൽ അഭിഷേകം ചലിക്കുന്നുണ്ട് എന്ന് പറയുവാൻ കഴിയുന്ന നിലവാരത്തിൽ നിനക്കൊരു രൂപമാറ്റം നീ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ പ്രഭാതത്തിൽ കേട്ട ശബ്ദം ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്തും നിങ്ങൾക്ക് വേണ്ടി മുടങ്ങുകയാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥകളെ കുലുക്കിയതിന് ശേഷമായിട്ട് അവിടെയുള്ള പൊടിപടലങ്ങളെ തട്ടിമാറ്റിക്കിട്ട് പുതിയൊരാവരണം നിന്റെ മേൽ വരാൻ പോകുകയാണ്. വാ, പ്രതികരിക്ക്. ഒരാവരണം നിന്റെ മേൽ വരുവാൻ പോകുകയാണ്. നീ പവിഴ നിറമുള്ളവനായി തീരുവാൻ പോകുകയാണ്. നിന്റെ കണ്ണിന്റെ ശോഭ മാറുവാൻ പോകുകയാണ്. ഇതുവരെ ഇല്ലാത്തൊരു ബ്രൈറ്റ്നസ് നിന്റെ കണ്ണുകളിൽ വരുവാൻ പോകുകയാണ്. നീ കോമളരൂപിയായി തീരുന്ന നിലവാരത്തിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് തൊടുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പവിഴ നിറം എന്ന് പറയുമ്പോൾ രക്തത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്ന അല്ലെങ്കിൽ ആ ചുവന്ന നിറം, അതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. രക്തവുമായുള്ള ബന്ധത്തിൽ, ചുവപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണല്ലോ ഹൃദയം. ഹൃദയം എന്ന് പറയുമ്പോൾ തന്നെ ഇത് രക്തപൂരിതമാകുന്നുവല്ലോ. ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം തന്നെ രക്തം പമ്പ് ചെയ്യുക എന്നതാകുന്നുവല്ലോ. അതിനാൽ ചുവപ്പ് എന്ന് പറയുമ്പോൾ ദാവീദിൽ പ്രകടമാകുന്നൊരു സ്നേഹമുണ്ട്. ആമേൻ. ചുവപ്പെന്ന് പറയുമ്പോൾ അതിൽ ത്യാഗമുണ്ട്, സാക്രിഫൈസ് ഉണ്ട്. കാൽവറിയിൽ യേശു ചങ്കിലെ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി അവിടുന്ന് ഒരു പരമയാഗമായി തീർന്നുവല്ലോ. അത് ത്യാഗത്തെ കാണിക്കുകയാണ്. അപ്പോൾ ദാവീദിൽ വെളിപ്പെട്ടൊരു ത്യാഗമുണ്ട്, ഒരു സാക്രിഫൈസ് ഉണ്ട്. മാത്രമല്ല ചുവപ്പ് പാഷനെ കാണിക്കുന്നു, അത്യുത്സാഹത്തെ കാണിക്കുന്നു. വാ, പ്രൈസ് ദി ലോർഡ്. നിന്നെ കർത്താവ് സ്നേഹത്തിൻ്റെ പ്രതീകമാക്കുവാൻ പോകുകയാണ്. നിന്നെ കർത്താവ് ത്യാഗത്തിൻ്റെ പ്രതീകമാക്കുവാൻ പോകുകയാണ്. നിന്നെ കർത്താവ് അത്യുത്സാഹിയാക്കുവാൻ പോകുകയാണ്. ആർക്കെങ്കിലും അത് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ അഭിഷേകം ഇവിടെ ചലിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സ്നേഹത്തിൻ്റെ ഒരു ആവരണം നിന്റെ മേൽ വരട്ടെ. ത്യാഗത്തിൻ്റെ ഒരു ആവരണം നിന്റെ മേൽ വരട്ടെ. ഇന്നു മുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത്യുത്സാഹികളായി തീരട്ടെ. അത്യുത്സാഹികളായി തീരട്ടെ. ആമേൻ. ബ്രൈറ്റ്നസ് ഓഫ് ഐസ്. ആമേൻ. സുനേത്രനായി തീരുന്നു. സുനേത്രം, ബ്രൈറ്റ്നസ്. ആ കണ്ണുകളിൽ വെളിപ്പെടുന്ന ബ്രൈറ്റ്നസ് തന്നെ നിഷ്കളങ്കതയാണ് കാണിക്കുന്നത്. ആമേൻ. കപടമില്ലാത്തവനാക്കി അഭിഷേകം നിന്നെ മാറ്റാൻ പോകുകയാണ്. ചതിവ്, വെട്ടിപ്പ്, തട്ടിപ്പ്, വഞ്ചന ഇല്ലാത്തവനായി നിന്നെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. മാത്രവുമല്ല ആ ബ്രൈറ്റ്നസ് ഓഫ് ഐസ് എന്ന് പറയുന്നത് ഏതു കുറ്റാക്കൂരിരുട്ടിലും വന്യമൃഗങ്ങൾ അടുത്തു വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നവനായി തീരാൻ പോകുകയാണ് നീ. വാ 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 വാ. നിന്റെ ആടിനെ പിടിക്കാൻ വേണ്ടി രാത്രി 12 മണിക്ക് ഒരു കരടി വന്നാലും നിന്റെ കണ്ണുകളെ കരടിയെ പിടിക്കാൻ പോകുകയാണ്. മനസ്സിലാക്കുന്നവർ പ്രതികരിച്ച്. ആമേൻ. നിനക്ക് ഈ പരിശീലനം കിട്ടുവാൻ പോകുന്നത് നിന്റെ ചേട്ടന്മാർക്ക് കിട്ടിയതുപോലെ ആമേൻ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്കൂളുകളിലല്ല നിനക്ക് ലഭിക്കുവാൻ പോകുന്നത്, ഏതെങ്കിലും കോളേജിലല്ല ലഭിക്കുവാൻ പോകുന്നത്, ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിലാണ്. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയത് CD പുറപ്പെടുവിക്കുവാൻ വേണ്ടിയല്ല. സങ്കീർത്തനങ്ങൾ എഴുതിയത് ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തോടുള്ള നിലവിളിയായിരുന്നു. 12-10 വയസ്സുള്ള കൊച്ചനെ ആട് മേയ്ക്കാൻ വേണ്ടി അയച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആടിനെ മേയ്ക്കാൻ അറിയത്തില്ല, അവന് പരിശീലനം ലഭിച്ചിട്ടില്ല. അപ്പോൾ അവൻ ആടിനെ മേയ്ക്കാൻ അറിയത്തില്ല. ആടങ്ങോട്ടോടുന്നു, ഇങ്ങോട്ടോടുന്നു, ബഹളമുണ്ടാക്കുന്നതിൻ്റെ നടുവിൽ എന്നെ സഹായിക്കണമേ, ആടുകളെ മേയ്ക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള നിലവിളിയുടെ നടുവിലാണ് അവൻ വിളിച്ചു പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാകുന്നു. വാ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിന്റെ മേലൊരു അഭിഷേകം വീഴാൻ പോകുകയാണ്. ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ, നിന്റെ മേൽ വെളിപ്പെടുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നീ അഭിഷേകമാക്കി മാറ്റുവാൻ പോകുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ വീഴണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്ക്. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നിന്റെ മേൽ വരട്ടെ. അഭിഷേകം നിന്റെ മേൽ ചലിക്കട്ടെ. അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്ക്. Ruba Shakabana Riatamana Rubana Saptamana Digalmana Riantuni Rushakala Rakatana Digartuna Rushabana Hatiartana Welcomana Digartana Odigate Enna Nindamel Odigate Enna Nindamel Odigate Enna Nindamel Odigate Enna Nindamel Odigate Abhishekatin Enna Nindamel Odigate Abhishekatin Enna Nindamel Odigate Ushebana Rakabana Sabtuni Ligamana Diartuna Rushebana Diartuni Helkamadani Artuna Ruba Santuni Agamanam
നീ ഒരു കോമള രൂപനായി തീരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ കൃപയാൽ മൂടപ്പെട്ടവനായി തീരുവാൻ തക്കവണ്ണം ഈ തലമുറയിൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ നിമിഷത്തിൽ തന്നെ യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരുന്നു. യഹോവയുടെ ആത്മാവ് വരുമ്പോൾ നീ ആൾ മാറാൻ പോകുകയാണ്. നിനക്ക് പിന്നെ പഴയതുപോലെ ആമേൻ ഒരിക്കലും ആയിരിക്കുവാൻ കഴിയുകയില്ല. നീ ആൾ മാറുവാൻ പോകുകയാണ്. ആൾ മാറുന്ന നിമിഷത്തിൽ തന്നെ ഇതുവരെ ഇല്ലാത്തൊരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു. ഓ യെസ്, പ്രൈസ് 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 പ്രൈസ്. ഇതുവരെ ഇല്ലാത്തൊരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുവാൻ പോകുന്നു. മുൻപിൽ വരുന്ന വെല്ലുവിളിക്കുന്ന ഗോല്യാത്തിനെ ഇല്ലാതെയാക്കുവാൻ ആമേൻ നിന്റെ മേലൊരു ശക്തി വ്യാപരിക്കുവാൻ പോകുന്നു. അതിന് നിനക്ക് ആയുധങ്ങൾ വേണ്ട, അതിന് നിനക്ക് കായിക ബലം വേണ്ട. അഭിഷേകത്തിൽ ചലിക്കുന്ന ചില കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആമേൻ നിന്റെ മുൻപിൽ വരുന്ന ഗോല്യാത്തിനെ ഇല്ലാതെയാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്റെ മേൽ അവിടുത്തെ ശക്തി അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെയും കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ 1-2 മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ചുകൂടെ പറഞ്ഞതിന് ശേഷം 1-2 കാര്യങ്ങൾ കൂടെ പരാമർശിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പഴയ നിയമത്തിൽ എണ്ണ ദാവീദിൻ്റെ തലയിൽ ഒഴുകിയതുപോലെ ഇവിടെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവർ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലൊരു വലിയ മുഴക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് എബ്രായ ഭാഷയിൽ നമുക്കറിയാം റൂഹ ഖോഡേഷ്, റൂഹ ഹാ ഖോഡേഷ്, അല്ലെങ്കിൽ റുവാച്ച്, അറാമിക്കിൽ റുവാച്ച് ഹാ ഖാദിഷ്, ലാറ്റിനിൽ സ്പിരിറ്റസ് സാങ്ക്ടസ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധ ആവി. അവിടെ ആ റൂഹ എന്ന പദത്തിന് 3 അർത്ഥങ്ങളുണ്ട്. 1 കാറ്റ്, 2 ആത്മാവ്, 3 ശ്വാസം. ഈ 3 അർത്ഥങ്ങളുണ്ട്. റൂഹ, ആ റൂഹയാണ് ഇവരുടെ നടുവിൽ വന്നപ്പോൾ കാറ്റ്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ വളരെ ആമേൻ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വന്നത്? പ്രാവെന്ന പോലാണ് വന്നത്. പ്രാവ് എന്തിനെ കാണിക്കുന്നു? ജെന്റിൽനെസ്സിനെ കാണിക്കുന്നു. കാറ്റെന്തിനെ കാണിക്കുന്നു? കാറ്റെന്ന് പറയുന്നത് ഒരു ഉഗ്രതയാണ് കാണിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ മേൽ പ്രാവെന്ന പോലെ വന്നു, അപ്പോസ്തലന്മാരുടെ മേൽ കാറ്റെന്ന പോലെ വന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ അപ്പോസ്തലന്മാർ അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിലൊക്കെ ഇവർ പറയുന്നുണ്ട്, ഈ കാലത്താണോ ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാനത്താക്കി തരുവാൻ പോകുന്നത്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർ രാജ്യമൊക്കെ സ്ഥാപിതമായിട്ട് യെരുശലേമിൽ വീട് വെച്ച് അങ്ങനെ സുഖമായിട്ട് അങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്ത് പാർക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ തന്നെ കർത്താവിന് മനസ്സിലായി, പ്രാവെന്ന പോലെ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇവരുടെ മേൽ പ്രാവെന്നതുപോലെയല്ല പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. ഇവരുടെ വേര് പറിക്കുന്ന നിലയിൽ, ഇവരെ പറപ്പിക്കുന്ന നിലയിൽ ഇവരുടെ മേൽ ഒരു കൊടിയ കാറ്റെന്നതുപോലെ പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കുവാൻ പോകുകയാണ്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന പലരുടെ മേലും പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ അടിക്കാൻ പോകുകയാണ്. നിന്നെ പറപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പ്രതികരിക്കുക. ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങട്ടെ. നിന്റെ ഗ്രാമത്തിലൂടെ നീ ഒരു ഭ്രാന്തനെ പോലെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഓടുവാൻ തക്കവണ്ണം, നിന്റെ പട്ടണത്തിലൂടെ ആമേൻ യേശുവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഓടുവാൻ തക്കവണ്ണം നിന്നെ ഇളക്കുന്ന, നിന്നെ പറപ്പിക്കുന്ന കൊടിയ കാറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ, കാറ്റിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാറ്റിനെ അനുഭവിക്കുവാൻ കഴിയും. ഇവിടെ ഫാനില്ല, ഈ ഫാനുണ്ട്. ഈ ഫാൻ്റെ അരികിലേക്ക് പോവുകയാണെങ്കിൽ ആ ഫാൻ പുറപ്പെടുവിക്കുന്ന കാറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷേ ആ കാറ്റിനെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ അടിക്കാൻ പോകുകയാണ്. നിന്റെ വീട്ടിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കാൻ പോകുകയാണ്. നിന്റെ അരികിൽ വരുന്ന വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കാൻ പോകുകയാണ്. കാണുന്നില്ലെങ്കിലും അവൻ അനുഭവിക്കാൻ പോകുകയാണ്. അവൻ അനുഭവിച്ച് കഴിഞ്ഞാൽ അവന് മനസ്സിലാകും ജീവനുള്ള ദൈവം യേശു ക്രിസ്തുവാണ് എന്ന്. ഓ യേശു, യേശുവിൻ നാമത്തിൽ അനുഭവങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു ശുശ്രൂഷ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് പുറപ്പെടാൻ പോകുകയാണ്. എത്ര പേർ ഇത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു? നീ ഒരു വീടിനകത്ത് കാൽ ചവിട്ടിയാൽ ആ വീട്ടിനകത്ത് നൂറ്റാണ്ടുകളായിട്ടിരിക്കുന്ന ഭൂതങ്ങൾ ഇറങ്ങി ഓടും. വാ 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 വാ.
നീ ഒരു വ്യക്തിയുടെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നീണ്ട വർഷങ്ങളായി ബന്ധിച്ചിരിക്കുന്ന രോഗബന്ധനം അഴിഞ്ഞു വീഴും. സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോണം, 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 സ്വീകരിച്ചോണം. നീ ഒരു ഭവനത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തത് മുഴുവൻ അഭിഷേകം പ്രാപിക്കും. വാ ആ കാറ്റിൽ അടങ്ങിയിരിക്കുന്നതാണ്, എണ്ണയിലും കാറ്റിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയാം. അസാധാരണമാകുന്ന ശക്തി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അഭിഷേകം നിന്റെ മേൽ വരികയാണ് എങ്കിൽ നിന്റെ മേൽ അസാധാരണമാകുന്ന ശക്തി വ്യാപരിക്കുവാൻ പോകുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. സൂപ്പർ നാച്ചുറൽ പവർ വ്യാപരിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം നാച്ചുറൽ പവർ ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ നിന്ന് ഇനി നാച്ചുറൽ പവർ അല്ല, നാച്ചുറൽ പവർ അവിടെ ഇരിക്കട്ടെ, പക്ഷേ നിന്റെ മേൽ നിന്ന് ശുശ്രൂഷയിൽ സൂപ്പർ നാച്ചുറൽ പവർ പുറപ്പെടാൻ പോകുകയാണ്. പ്രകൃതിയാതീതമാകുന്ന ശക്തി പുറപ്പെടുവാൻ പോകുകയാണ്. വാ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ സ്വീകരിച്ചുകൊള്ളണം. ശബ്ദന അപ്പോസ്തലർ പ്രവൃത്തി 1:8 നിങ്ങളുടെ മേൽ ശക്തി, ആമേൻ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ആമേൻ. അപ്പോസ്തലർ പ്രവൃത്തി 4:33 അപ്പോസ്തലന്മാരുടെ മേൽ മഹാശക്തി. ശക്തിയിൽ നിന്ന് ഈ സിനഡിലൂടെ നിന്നെ കർത്താവ് മഹാശക്തിയിൽ എത്തിക്കാൻ പോകുകയാണ്. സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്നെ മഹാശക്തിയിൽ പരിശുദ്ധാത്മാവ് എത്തിക്കുവാൻ പോകുക.